ഇന്നത്തെ ഈ ആത്മീയ ശുശ്രൂഷ അനുഗ്രഹമാകുന്നതിനും നിങ്ങൾ 7 പേരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിവാസം അളവറ്റ രീതിയിൽ ഉണ്ടാകുന്നതിനും ഈ സർവീസ് ദൈവനാമത്തിന് അനുഗ്രഹമാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും സഹായങ്ങൾക്കായും കൃപകൾക്കായും ഞങ്ങൾ നിന്നെ വാഴ്ത്തും. നിൻ്റെ സഹായ ശുശ്രൂഷയ്ക്കായി നിൻ്റെ മക്കളെ നീ വിളിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ സഭയിൽ ശമാശന്മാരായി നിയമിച്ചാക്കപ്പെടുവാൻ കുമ്പളാമ്പൊയ്ക ഇടവകയിൽ ചേന്നാട്ട് നെടിയകാലായി ശ്രീമാൻ NJ വർഗീസിന്റെ മകൻ തോമസ് C വർഗീസിനെയും ചെങ്കോട്ട ഇടവകയിൽ ന്യൂ കോളനി പെരിയപിള്ളൈ വലാസയിൽ ശ്രീമാൻ J കനകരാജിന്റെ മകൻ മോസസിനെയും ഫരീദാബാദ് ഇടവകയിൽ FCA 2649 ബ്ലോക്ക് B SGM നഗറിൽ ശ്രീമാൻ ജോസഫ് P മാത്യുവിന്റെ മകൻ ജോൺ C ജോസഫിനെയും കണ്ടൻപേരൂർ ഇടവകയിൽ കിഴുവള്ളിത്തറയിൽ ശ്രീമാൻ തോമസ് വർഗീസിന്റെ മകൻ റോബി വർഗീസിനെയും അഹമ്മദാബാദ് ഇടവകയിൽ 6 ഇന്ദ്രലോക് ബംഗ്ലാവിൽ ശ്രീമാൻ KM മാത്യുവിന്റെ മകൻ ടിജി മാത്യുവിനെയും തുരുത്തിക്കാട് ഇടവകയിൽ ചെല്ലിക്കുന്നേൽ പരേതനായ റവറൻ CA ചാക്കോയുടെ മകൻ പ്രസാദ് A ജേക്കബിനെയും
കടവുഴ ഇടവകയിൽ കൊച്ചുടത്തിൽ ശ്രീമാൻ ബാബു എബ്രഹാമിന്റെ മകൻ സജി എബ്രഹാമിനെയും ഈ സഭയുടെ മുമ്പാകെ ഞാൻ പരമേൽപ്പിക്കുന്നു. സഭയായി ഇന്ന് പ്രത്യേകമായി അങ്ങയെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ മനോഹരമായ ദിവസവും സമയവും ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കിയതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇതിൽ സന്തോഷിച്ചാനന്ദിക്ക എന്ന അങ്ങയുടെ വചനം പോലെ തിരുസഭ അതിൻ്റെ നാഥനായ കർത്താവ് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും സാരമില്ല എന്നെണ്ണിക്കൊണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് തങ്ങൾ പ്രവേശിക്കുന്ന ശുശ്രൂഷ അന്ത്യത്തോളം നിവർത്തിപ്പാൻ അവരെയും അതിനായി സമർപ്പിക്കപ്പെട്ട ഏവരെയും ഒരുക്കി കർത്താവെ ആദ്യവസാനം ഈ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം വ്യാപരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവിന്റെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ നാമത്തിൽ എളിയവരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും നല്ല മഹത്വം നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ദൈവമായ കർത്താവേ, സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ അപ്പോസ്തലന്മാരുടെയും നിന്റെ സഭയുടെ ശില്പിയും പണിക്കാരുമായ പൗലോസപ്പോസ്തലനെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തിരുമേനിമാർ, വികാരി ജനറൽമാർ, പട്ടക്കാർ, സുവിശേഷകർ, സേവനിമാർ, ഇന്ന് ശർമാശ പട്ടം ഏൽക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഈ സഭയിലെ വിശ്വാസ സമൂഹം, വിശേഷാല സഹോദരി സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള പട്ടക്കാരും സുവിശേഷ പ്രവർത്തകരും എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഇപ്പോൾ 52 വർഷങ്ങൾ പിന്നിട്ട് 53ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 53ാമത്തെ വർഷവും അതിന്റെ പകുതി നാളുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ സഭയിൽ ആദ്യമായി ഒരു ശർമാശ പട്ടംകൊട ശുശ്രൂഷ നടക്കുന്നത് 1962 ഡിസംബർ 24-ാം തീയതിയാണ്. അന്ന് 4 പേർക്ക് ശർമാശ പട്ടം കൊടുത്തു. അതേ തുടർന്ന് 2 മാസങ്ങൾക്ക് കഴിഞ്ഞ് 1963 ഫെബ്രുവരി മാസം 25-ാം തീയതി മറ്റു 3 പേർക്ക് കൂടി ശർമാശ പട്ടം കൊടുത്തു. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയുടെ ആദ്യ വികാരി ജനറൽ പി.ടി. ചാണ്ടപ്പിള്ള അച്ഛൻ ഇവിടെയുള്ള കൺവെൻഷൻ പന്തലില് അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗം ഇപ്രകാരമായിരുന്നു: God will bless this church.
ദൈവം ഈ സഭയിൽ അനുഗ്രഹിക്കും. ഒരുപക്ഷെ അന്ന് അത് ഉൾക്കൊള്ളുവാൻ പലർക്കും പ്രയാസമായിരുന്നു. കാരണം വലിയ പള്ളികളോ വലിയ സ്ഥാപനങ്ങളോ പേരെടുത്ത് പറയാവുന്ന ആൾബലമുള്ള ഇടവുകളോ ഇല്ലാത്ത ഒരു സഭയെ ദൈവം എപ്രകാരമാണ് അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്നുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ സംതൃപ്തിയോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം പറയട്ടെ, ഈ സഭയെ ദൈവം അനുഗ്രഹിച്ചു. 20,000-ലധികം അന്യഭാഷ സംസാരിക്കുന്ന വിശ്വാസികളും ഈ സഭയ്ക്കുണ്ട്. ഈ 7 ചെറുപ്പക്കാരെയും ഇന്ന് ഈ സഭയുടെ മുമ്പാകെ ഒരിക്കൽ കൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പരമേൽപ്പിക്കുക. മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസക്കാലം വളരെ അനുഗ്രഹീതമായി കടപ്പുറ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് സെന്ററിൽ വെച്ച്, ക്യാമ്പ് സെന്ററിൽ വെച്ച് റവറൻ ജോയി മാത്യുവിന്റെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ഒരു ട്രെയിനിങ്ങും അവർക്ക് നടത്തപ്പെട്ടു. ഈ പ്രിയമുള്ളവരെ, ഞാൻ ഈ പ്രിയപ്പെട്ട 7 പേരെയും ഈ സഭയുടെ മുമ്പാകെ ഒരിക്കൽ കൂടെ ഫലമേൽപ്പിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, അവർക്ക് വേണ്ടി നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കും. കടന്നു വന്ന എല്ലാവരെയും, അവര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് കടന്നു വന്നത്. ഫരീദാബാദിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, അഹമ്മദാബാദിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, ചെങ്കോട്ടയിൽ നിന്ന്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന ധാരാളം പേരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് വളരെ ഹാർദവമായി, ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഈ പഠന ശുശ്രൂഷയുടെ ആരംഭ സമയം മുതൽ ഇതിനു വേണ്ടതായിരിക്കുന്ന ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഇന്ന് ഈ പഠന ശുശ്രൂഷയിലേക്ക് അവരെ ഒരുക്കുന്ന ഒരു വലിയ പങ്ക് വഹിക്കാനും ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദീർഘമായ വർഷങ്ങൾ സഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ അനേക പഠന ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുവാൻ, ചുമതല കൊടുക്കുവാൻ എനിക്ക് ലഭിച്ച അവസരങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 50 വർഷം കഴിഞ്ഞ് 52-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സഭയിൽ ഒരു നിയോഗ ശുശ്രൂഷ കൂടെ നടത്തുന്നതായിരിക്കുന്ന ഈ സമയത്ത്, ഈ സഭയുടെ പ്രാരംഭഘട്ടത്തിൽ അതിന്റെ ആദ്യത്തെ ബാച്ചിൽ പട്ടക്കാരായ ബഹുമാനിയായിരിക്കുന്ന വന്ദനായ ബിഷപ്പ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠ വൈദികർ ഈ വേദിയിൽ ഉണ്ടെന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ തുടർന്ന് വ്യത്യസ്തമായ ഭാഷകളിലും വ്യത്യസ്തമായ സംസ്കാരങ്ങളിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഭയുടെ ഈ യോഗ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ വലിയവനായ ദൈവം വരാൻ സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നതായിരിക്കുന്ന ശുശ്രൂഷ എല്ലാ നിലയിലും ഇവാഞ്ചലിക്കൽ സഭയുടെ സുവിശേഷ പ്രവർത്തന രംഗത്ത് ഒരു പുതിയ മാർഗം കണ്ടെത്തുവാൻ വലിയവരായ ദൈവം വരാൻ സഹായിക്കട്ടെ. ആ വലിയ കമ്മിറ്റ്മെന്റ്, ആ വലിയ ഡെഡിക്കേഷൻ, സമർപ്പണം ഒക്കെ ഉള്ളവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഈ വേദിയിൽ ആയിരിക്കും. ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് ഈ അഭിവക്തമായ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഇവർ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പുതിയ അഭിഷിക്തനായി കടന്നു വരാൻ പോവുകയാണ്. ആ വലിയ ഉദ്യോഗത്തിനായിട്ട് ദൈവം വരാൻ അവരെ ഒരുക്കട്ടെ. ഏലിയാവിന്റെ വലിയ ശുശ്രൂഷ എടുത്തുകൊണ്ട് ഭാരതത്തിൽ കർത്താവിന് വേണ്ടി കാൽവരിയിലെ വലിയ കവനങ്ങൾ കവനം ദൈവത്തിന് നേരെയും സഹായിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ പൊതുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്നതുപോലെ ഇവിടെ വ്യാപിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ച അനുഗ്രഹീതമായുള്ള ഗുരുവിനായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സൈന്യങ്ങൾ ദൈവമായ ഹോബയ്ക്ക് വേണ്ടി ഞാൻ വളരെയധികം സുഷ്കാന്തിച്ചിരിക്കുന്നുവെന്ന് വളരെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ശുശ്രൂഷ ചെയ്തതായുള്ള ഏലിയാവിനെ തറവാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുക. യാത്ര പ്രയാസകരമായി തോന്നാം, അതേ യാത്ര കഠിനമാണെന്ന് തോന്നാം. എന്നാൽ ദൈവമാണ് അയക്കുന്നത്, അവിടുന്നാണ് നിയോഗം നൽകുന്നത്, അവിടുന്നാണ് അതിനായിട്ട് അതിനെ അഭിഷേകം ചെയ്യുന്നത്, അവിടുന്നാണ് അതിനായിട്ട് ശക്തീകരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യത്തോടുകൂടി യാത്ര മുന്നോട്ട് പോകാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണം. യേശുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. കൃപയുടെ മരണമാകാകണമേ. ആമേൻ.
നിയുക്തരാകുന്ന ഈ പ്രിയപ്പെട്ട 7 പേർക്ക് സഭ കൊടുക്കുന്ന പ്രബോധനമാണ്. തുടർന്ന് അവർ സത്യപ്രതിജ്ഞ ദൈവസന്നിധിയിൽ ഈ സഭ മുമ്പാകെ ചെയ്യുന്നതാണ്. കർത്താവിൽ ഞങ്ങളുടെ സഹോദരന്മാരും സത്യവിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നവരുമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കും ശ്രേഷ്ഠമായ പദവിക്കും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നിശ്ചയമുള്ളവരും നിങ്ങളുടെ ചുമതലകളെക്കുറിച്ച് ബോധമുള്ളവരും നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് കൃതജ്ഞതയുള്ളവരും നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ജാഗ്രതയുള്ളവരും ബലഹീനരെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ അമിത ബലത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തിന്റെ കൃപാവരങ്ങൾക്കായി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കും. ഞങ്ങൾക്കോ ഞങ്ങളുടെ പിൻഗാമികൾക്കോ
ഈ സഭയ്ക്കോ നിങ്ങൾ പ്രതികൂലികളായിരുന്നാൽ നിങ്ങൾ ഈ സഭയിൽ നിന്നും ഈ സഭയിലെ എല്ലാ പദവികളിൽ നിന്നും അകന്നുവരും. ദൂരസ്ഥരും നിരസിക്കപ്പെട്ടവരും നിങ്ങളെ പരിമേൽപ്പിക്കുന്ന സകല അധികാര അവകാശങ്ങളിൽ നിന്നും നിങ്ങൾ ഭ്രഷ്ടരും ആയിരിക്കും. ദോഷത്തിനോ കൗശലത്തിനോ ഉപായത്തിനോ മത്സരത്തിനോ എതിർപ്പിനോ നിങ്ങളെ സഹായിക്കുന്നവരും ഇതുപോലെ അന്യപ്പെട്ടവർ ആയിരിക്കും. അപ്പോൾ അതിനായി ദൈവം നിങ്ങളോട് സാക്ഷിച്ച് പറയുന്നത്, നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെയും നമ്മെ പരിമേൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തെയും ആചരിച്ചു കൊള്ളണമെന്നാകുന്നു. ഇന്ന് നിങ്ങൾ പ്രാപിക്കുന്ന നൽവരങ്ങളും നിങ്ങളെ പരിമേൽപ്പിക്കുന്ന താലന്തുകളും വിശ്വസ്തരോടെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചു ഒടുക്കത്തെ നാളിൽ അവന്റെ മുമ്പാകെ തേജസ്സോടെ നിൽക്കേണ്ടതിന് നല്ലൊരു വിശ്വസ്തനായ പ്രത്യ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരനാക്കുമെന്ന് അരുളി ചെയ്യുന്ന അഭിനന്ദന സ്വരം കേൾക്കുന്നതിന് വലത്തുഭാഗത്തുള്ള കുഞ്ഞാടോടുകൂടെ എണ്ണപ്പെടുവാനും ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വേണ്ടവണ്ണം ഗ്രഹിക്കുകയും ചിന്തിക്കുകയും വിവേചിക്കുകയും ചെയ്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഈ സഭയിൽ കൂടെ വിളിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് അവന്റെ വല്ലഭത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളുടെ ഈ സമ്മതവും സാക്ഷ്യവും ഈ ജനം കേൾക്കേണ്ടതിനും നിങ്ങൾക്ക് തന്നെ അത് കൂടുതൽ ഉറപ്പാകേണ്ടതിനും ഈ സഭ മുമ്പാകെ ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമായി ഉത്തരം പറയുകയും വേണമെന്ന് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഓരോന്നും വ്യക്തമായി സ്ഫുടമായി മറുപടി പറയും. ദൈവത്തിന്റെ സഭയിൽ ഒരു ശമാശനായിരിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നുവെന്ന് നിനക്ക് ബോധ്യമായിരിക്കുന്നുവോ? ഈ സ്ഥാനം സ്വീകരിക്കുന്നതിന് നിനക്ക് പ്രേരകമായിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വവും നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹവും ആത്മാവിന്റെ രക്ഷയ്ക്കായുള്ള വാഞ്ചയുമാകുന്നുവോ? ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുമ്പളാമ്പഴി ഇടവകയിൽ ചേർനാട്ട് നെടികാലായി ശ്രീ എന്റെ വർഗീസിന്റെ മകൻ തോമസ് ഇ വർഗീസിനെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ഷമാഷ് ആയി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവെപ്പിനാൽ ഇപ്പോൾ നിന്നെ പരിമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ഷമാഷ് സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവെപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാബലത്തെ ജ്വലിപ്പിക്കാൻ ഓർത്തുകൊള്ളുകയും ചെയ്യാം. ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചെങ്കോട്ട ഇടവകയിൽ ന്യൂ കോളനി പെരിയപള്ളി വലാസയിൽ ശ്രീമാൻ ജെ കനകരാജന്റെ മകൻ മോസസിനെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയിൽ ശമാശനായി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവപ്പിനാൽ ഇപ്പോൾ നിന്നെ പരിമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ശമാശ സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ ഓർത്തുകൊള്ളുകയും ചെയ്യുക. ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഫരീദാബാദ് ഇടവകയിൽ FCA 2649 ബ്ലോക്ക് ബി STM നഗറിൽ ശ്രീമാൻ ജോസഫ് പി മാത്യുവിന്റെ മകൻ ജോൺ സി ജോസഫിനെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ഷമാഷ് ആയി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവെപ്പിനാൽ ഇപ്പോൾ നിന്നെ പരിമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ഷമാഷ് സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവെപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാബലത്തെ ജ്വലിപ്പിക്കാൻ ഓർക്കൊള്ളുകയും ചെയ്യാം. ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കണ്ടൻമേരൂർ ഇടവകയിൽ കിഴുവള്ളിത്തറയിൽ ശ്രീമാൻ തോമസ് വർഗീസിന്റെ മകൻ റോബി വർഗീസിനെ
സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയിൽ ശമാശനായി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവപ്പിനാൽ ഇപ്പോൾ തന്നെ ഫലമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ശമാശ സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ ഓർത്തുകൊള്ളുകയും ചെയ്യുക. ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അഹമ്മദാബാദ് ഇടവകയിൽ 6 ഇന്ദ്രലോക് ബംഗ്ലാവിൽ ശ്രീമാൻ കെ എം മാത്യുവിന്റെ മകൻ ടിജി മാത്യുവിനെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ഷമാഷ് ആയി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവപ്പിനാൽ ഇപ്പോൾ നിന്നെ ഫലമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ഷമാഷ് സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ ഓർത്തുകൊള്ളുകയും ചെയ്യുക. ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുരുത്തിക്കാട് ഇടവകയിൽ ചെല്ലിക്കുന്ന പരേതനായ റവറൻ C.A. ചാക്കോയുടെ മകൻ പ്രസാദ് A. ജേക്കബ് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ശമാശനായി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവപ്പിനാൽ ഇപ്പോൾ നിന്നെ ഫലമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ശമാശ സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ ഓർത്തുകൊള്ളുകയും ചെയ്യുക. ഈ വിശുദ്ധ സഭയിൽ വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കടവുഴ ഇടവകയിൽ കൊച്ചിടത്തിൽ ശ്രീമാൻ ബാബു എബ്രഹാമിന്റെ മകൻ സജി എബ്രഹാമിനെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ഷമാഷ് ആയി നിയമിച്ചാക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ കൈവപ്പിനാൽ ഇപ്പോൾ നിന്നെ ഫലമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ഷമാഷ് സ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അധികാരം കൈക്കൊള്ളുക. ഞങ്ങളുടെ ഈ കൈവപ്പിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ ഓർക്കൊള്ളുകയും ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടായ്മ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് പങ്കെടുക്കാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങൾ കൂട്ടായ്മ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് പങ്കെടുക്കാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി പങ്കെടുക്കാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങൾ കൂട്ടായ്മയുടെ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് പങ്കെടുക്കാൻ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കുവാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടായ്മ വലകൈ നൽകുകയും ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ പങ്കെടുക്കാൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ തിരുവഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനുള്ളവനായി ഇരിക്കാൻ ശ്രമിക്കുക. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ തിരുവഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ദൈവത്തിന്റെ സഭയിൽ
ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ തിരുസഭയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി ഇരിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഉള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള അധികാരം കൈക്കൊള്ളുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. അനുസരിപ്പാൻ നമുക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നാം അപേക്ഷിക്കണം. എല്ലാവരും നമുക്ക് വേണ്ടിയും തമ്മിൽ ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ കർത്താവേ, നീ ഞങ്ങൾക്കായി വേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഈ നിലദാസനമേ നിന്റെ കൃപ പകരുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വേണ്ടിയും നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് നിന്റെ വിശുദ്ധനാമത്തെ പുകഴ്ത്തി സ്തുതിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സകലത്തിലും വിശുദ്ധനായ നിന്റെ ആത്മാവിന്റെ അഭിഷേകം മൂലം ക്ഷമാസ്ഥാനം പ്രാപിച്ച ഈ നിലദാസനമേൽ നിന്റെ തിരുവുള്ളം പ്രസാദിക്കണമേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സർവ്വമനുഷ്യർക്കും നാം സർവഭക്തിയോടും നരത്തോടുകൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാരും സാധനത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മളെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശുവിനെ തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനുമായ ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പരിശുദ്ധ പൗലടിയാൻ ഫിലിപ്പിയർക്കുള്ള നിരുപം 2-ാം അധികാരം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. ആദലാൽ ക്രിസ്തുക്കൾ യാതൊരു ആളുകളും അന്തിനാലെ യാതൊരു തേർതലും ആവിയും യാതൊരു ഐക്യവും യാതൊരു ഒടുക്കവുമായ പക്ഷവും ഇറക്കങ്ങളും ഉണ്ടാകാം. നിങ്ങൾ ഏക ചിന്തയും ഏക അനുഭവമുള്ളവர்களாய் இருந்து இசைந்த ஆத்மாக்களாய் ஒன்றே சிந்தித்து என் சந்தோஷத்தை நிறைவாக்குங்கள். ஒன்றையும் வாதத்தினாலாவது வீண் பெருமையினாலாவது செய்யாமல் மனத்தாழ்மையினாலே ஒருவரை ஒருவர் தங்களிலும் மேன்மையானவர்களாக எண்ணக்கடவீர்கள். அவனவன் தனக்கானவைகளை அல்ல பிறருக்கானவைகளை நோக்குவானாக. கிறிஸ்து இயேசுவிலிருந்து சிந்தையை உங்களிலும் இருக்க கிடவதாய் அவர் தேவனுடைய ரூபமாயிருந்தும்
தேவனுக்கு சமமாய் இருப்பதை கொள்ளையாடின பொருளாக எண்ணாமல் தம்மை தாமே வெறுமையாக்கி அடிமையின் ரூபம் எடுத்து மனுஷ சாயலானார். அவர் மனுஷ ரூபமாய் காணப்பட்டு மரண பரியந்தம், அதாவது சிலுவையின் மரண பரியந்தம் கீழ்ப்படிந்தவராகி தம்மை தாமே தாழ்த்தினார். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. Amen. Second epistle of Saint Paul to Timothy, chapter 1, verses 8 to 14. So do not be ashamed to testify about our Lord, or ashamed of me, his prisoner, but join with me in suffering for the gospel by the power of God, who has saved us and called us to a holy life, not because of anything we have done, but because of his own purpose and grace. This grace was given us in Christ Jesus before the beginning of time, but it has now been revealed through the appearing of our Savior Christ Jesus, who has destroyed death and has brought life and mortality to light through the gospel. And of this gospel I was appointed a herald and an apostle and a teacher. That is why I am suffering as I am. Yet I am not ashamed, because I know whom I have believed, and I am convinced that he is able to guard what I have entrusted to him for that day. What you heard from me, keep as the pattern of sound teaching, with faith and love in Christ Jesus. Guard the good deposit that was entrusted to you. Guard it with the help of the Holy Spirit who lives in us. Hallelujah, hallelujah, hallelujah. Amen. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പടച്ചേർത്തനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായുകയും കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Apostle Paul to Timothy, chapter 4, verses 1 to 6. In the presence of God and of Christ Jesus, who will judge the living and the dead, and in view of his appearing and his kingdom, I give you this charge. Preach the word. Be prepared in season and out of season. Correct, rebuke, and encourage with great patience and careful instruction. For the time will come when men will not put up with sound doctrine. Instead, to suit their own desires, they will gather around them a great number of teachers to say what their itching ears want to hear. They will turn their ears away from the truth and turn aside to myths. But you, keep your head in all situations. Endure hardship. Do the work of an evangelist. Discharge all the duties of your ministry. For I am already being poured out like a drink offering. Hallelujah, hallelujah, hallelujah. Amen. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവരെ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ലപോലെ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവരുന്നു. നീ നിഷ്കളനും നിരപവാദീനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രതിഷ്ഠിത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിക്കുന്ന ദൈവത്തെയും
പൊന്തിയോസ് പിലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യർ ആരും കാണാത്തവരും കാണുവാൻ കഴിയാത്തവരുമായവരും തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യവും ഉടലവും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 12 മുതൽ 17 ഉള്ള വാക്യങ്ങളിൽ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശുവാണ് നമ്മുടെ കർത്താവ്. എന്നെ വിശ്വസ്തനെന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുക്കുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസം എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിക്കുവാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ സഭയിൽ നിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ ഇന്ന് ശമ്മാശ സ്ഥാനത്തേക്ക് വിളിച്ചാക്കപ്പെട്ട ഞങ്ങളുടെ ഈ 7 പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യവിളിയാൽ കാലാകാലങ്ങളിൽ അവരെ വിളിച്ച് വേർതിരിച്ച് അവരുടെ മാതാപിതാക്കൾ അവരെ ദൈവസന്നിധി സമർപ്പിച്ച് സഭ അവരെ അംഗീകരിച്ച് ഇന്ന് കർത്താവേ നിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നിയോഗത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹങ്ങളും കൃപകളും അവരുടെ മേൽ വർഷിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ദിനത്തോറും നിന്റെ പുതിയ കൃപകൾ പ്രാപിച്ച് അനുഗ്രഹമായ ശുശ്രൂഷ കർത്താവിന്റെ സഭയിൽ ചെയ്യുവാൻ തക്കോണം ഈ നിന്റെ ദാസന്മാരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവരുടെ പുത്രനും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളും നിങ്ങളെ കാത്തു മറച്ച് എല്ലാ നല്ല ദാനങ്ങൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരും പാത്രതയുള്ളവരും ആക്കി തീർക്കുമാറാകട്ടെ. സകലത്തിന്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാം ഞങ്ങൾ വഞ്ചനയില്ലാത്തവരും സ്നേഹത്തിൽ ഐക്യപ്പെട്ടവരുമായി നിർമ്മല ഹൃദയത്തോടും ഉത്തമ മനസ്സാത്മാവിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധത്തിൽ അനുസരിക്കാൻ നിന്റെ പരിശുദ്ധാത്മാൻ നൽകലങ്ങൾ ഞങ്ങളുടെ മേൽ അയച്ചു തരുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സമാധാനം ആചരിക്കണം. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മനസ്സോടെ മനസ്സായിപ്പോൾ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. വാങ്ങി രക്ഷിപ്പിൽ നൽകുന്ന ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെവിയിൽ നൽകി ചെയ്തു. അവണ്ണം തന്നെ ശേഷം പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുണ്യമാകുന്നു. ഇതിൽ കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോട് പുതുതായി കുടിക്കുന്ന ആൾവരെ മുന്തിരിവരുടെ ഈ അനുഭവത്തിൽ കുടിക്കുന്നോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഗ്രഹിക്കുന്ന
രക്തത്തിന്റെ കൂട്ടായ്മയിലെയോ നാം കൊടുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയിലെയോ ഒപ്പമുണ്ടാവുന്നവരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിനുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു.
ആത്മാക്കളോട് വിശുദ്ധി മഹത്വം മഹാദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മൾ അർഹരായ സമയ സമാധാനത്തോടെ പാർക്കുവാൻ ബലഹീനദാസരായ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. കരുണയെ സഹായം ലഭിക്കാൻ നിങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ഇന്ന് ഈ സഹോദരന്മാരോട് പറയാനായിട്ടുള്ളത്, God has called you. God has set apart you for the ministry of the word of God. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നതായുള്ള ഒരനുഭവം. മിനിസ്ട്രി ഓഫ് ടീച്ചിങ് ദ വേർഡ്. പൗലോസ് അവിടെ യെരൂശലേമിലേക്ക് പോകുന്നത് പഠിപ്പിക്കാനൊന്നുമല്ല. ഇയാളുടെ പർട്ടിക്കുലർ മിഷൻ കെയറിംഗ് ഫോർ ദ പുവർ. അവിടെ യെരൂശലേമിലെ വിശുദ്ധന്മാർക്ക് ധനസഹായം കൊണ്ട് പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുപ്പന്മാരെ വിളിച്ച് പറയുന്നത് അവരോട് ഒരു പ്രത്യേകമായ ദൗത്യം അവരെ അറിയിക്കാം. ബി വിജിലൻസ്. എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാമോ? അങ്ങനെയുള്ള ലോകത്ത് ജീവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇന്ന് ശമാശന്മാരായിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി 7 ചെറുപ്പക്കാരെ സമർപ്പിക്കപ്പെടുകയും പരിശീലനത്തിന് ശേഷം അവരെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് കൈവയ്പിലൂടെ വേർതിരിക്കുകയും ചെയ്ത സുപ്രധാനമായ ഒരു ദിവസം. അതുകൊണ്ട് എല്ലാവരോടും ഒപ്പം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബൈബിൾ സൊസൈറ്റിയും ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നുവെന്ന് ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഇവരുടെ ശുശ്രൂഷ മുഖാന്തരം അനേകം ആളുകൾ തങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കത്തിക്കാൻ ഇടയായി തീർക്കട്ടെ. അതുപോലെ ദൈവത്തിന്റെ വചനം കുത്തുകൊള്ളുകയും മാനസാന്തരത്തിന് അവരെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അതിനുവേണ്ടിയുള്ള ശുശ്രൂഷയിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. I am so privileged to be here. ഇന്ന് ഈ സമയത്ത് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ ഈ ലാസ്റ്റ് മോമെന്റിൽ ഇവിടെ കൊള്ളുന്നു. അമേരിക്കയിൽ യാത്ര തിരിച്ച് വരുന്ന വഴിയാണ്. വളരെ താണ് കർത്താവിന് വേണ്ടി നിന്ന് എന്നെ അല്ല കർത്താവിനെ മറ്റുള്ളവരാണ്. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഇവാഞ്ചലിക്കൽ സഭ ഇത്രയും ബിഷപ്പന്മാരും ഇത്രയും അച്ഛന്മാരും അതുപോലെ തന്നെ അതിഥികളായിരിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ വലിയ ജനസമൂഹത്തെ കാണുന്നതിന് എനിക്ക് കൃപ ചെയ്തു. എന്റെ ഭാര്യയും മറ്റ് റിഫ്യൂസും ഒക്കെ അവിടെ കാറിലിരിക്കുന്നേ ഉള്ളൂ, ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഓടി വന്ന് നിങ്ങളെ കാണുന്നതിന് വലിയ സന്തോഷം വേറെയില്ല. God bless you all and make your ministry very, very fruitful. Thank you. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷ പഠിത്തത്തിലേക്ക് അതിനുശേഷമുള്ള ശുശ്രൂഷയിൽ ഫലം കായ്ക്കുന്നതിന് നിലനിൽക്കുന്ന ഫലങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുന്നതിന് ഏറെ അനുഗ്രഹമായി പ്രവർത്തിക്കുന്നതിന് സഭയ്ക്കും സ്വർഗീയരാജ്യത്തിന് കെട്ടുപിടിക്കും ഏറെ പ്രകടനമായി ഭരിപ്പാൻ ദൈവം അവരെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും എല്ലാ സഹായ സഹകരണങ്ങളും പ്രത്യേകം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ തിരുശരീരമായ സഭയുടെ ഭാഗമായ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിലെ ആത്മീയ ശുശ്രൂഷകന്മാരായി തീരുവാൻ ദൈവം അവസരം നൽകിയത് ഒരു അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. പത്യോപദേശം, വിശുദ്ധ ജീവിതം, ഭാരത സുവിശേഷീകരണം എന്നീ അതിപ്രധാന ലക്ഷ്യങ്ങൾ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഈ സഭയിൽ പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കിയതിൽ ഞങ്ങൾ അധികം സന്തോഷിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ നയിച്ചത് നിരവധി വ്യക്തികളാണ്. വിശിഷ്യ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ഇടവക വികാരിമാർ, സെമിനാരിയിലെ അധ്യാപകർ, സുവിശേഷന്മാർ, സേവനിമാർ എന്നിവരാണ്. ഇവരോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളായ വന്യരായ വൈദികർ, ഈ സഭയിലെ
സഹോദരി സഭകളിലെയും പഠകർ, ഈ സഭയിലെ സുവിശേഷകർ, ഈ സഭയിലെ സേവിമാർ, സഹോദരി സഭകളിൽ നിന്നും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സുവിശേഷകർ, പാസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ്, കർത്താവിന്റെ പരിപ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാവർക്കും ഈ സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആരംഭം ഇതുവരെയും അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും സകല മാനവമഹത്വവും അവിടുന്ന് എടുക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, തലമുറകളുടെ ദൈവമായി, മാറ്റമില്ലാത്തവനായി, വിശ്വസ്തനായി ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ മഹാദേവയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുന്നത് സംബന്ധിച്ച പ്രിയരെ, നമ്മെ ഏവരെയും പിതാവ്, പുത്രപരിശുദ്ധാത്മാവുമായ ദൈവം അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും, വിശിഷ്യ സഭാ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടതായ ഈ 7 സഹോദരന്മാരോടും അവരുടെ കുടുംബങ്ങളോടും കർത്താവിന്റെ പ്രിയപ്പെട്ട സഭയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. you.